ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മീഷോ കുർത്ത സെറ്റ് ഹോളായിട്ടാണ്. കുർത്ത പാന്റ് സെറ്റ് ആണ്. നമ്മൾക്ക് കോളേജ് വെയർ അല്ലെങ്കിൽ ഡെയിലി വെയർ, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കുറച്ച് കുർത്ത സെറ്റ് ആണ്. എല്ലാം നല്ല അഫോർഡബിൾ ആണ്. എല്ലാം ഏകദേശം ഒരു അണ്ടർ 400 റേഞ്ചിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്ത പാന്റ് സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും, അപ്പൊ മനസ്സിലാകും. ഇതെന്ന് പറയുന്നത് 365 രൂപയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ്. എസ് തൊട്ട് XXL വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ ഒരു ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. കാണുമ്പോൾ മാത്രമല്ല, നമ്മൾ വെയർ ചെയ്തപ്പോൾ ഒരു കോട്ടൺ പോലെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. മിക്സ് ഉള്ളത് പോലെ തോന്നുന്നില്ല, പക്ഷെ കോട്ടൺ മിക്സ് ആണെന്നാണ് അതിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതിന് പറയാന്നറിയില്ല, ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പാന്റിന്റെ ഫാബ്രിക് വരുന്നതാണ്. അപ്പൊ ഈ ഒരു പാന്റിന്റെ ഫാബ്രിക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ ഒരു ലേസ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. എസ് സൈസ് കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. എന്റെ ബെസ്റ്റ് സൈസ് 32 ആണ് വരുന്നത്. പിന്നെ ഹൈറ്റ് വരുന്നത് 159 ആണ് കേട്ടോ. 52 തോന്നുന്നു. അപ്പൊ കുറച്ചു പേർക്ക് സംശയം ഉണ്ടാവില്ലേ, നമ്മൾ ഇട്ട് കാണിക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾക്കത് ഇട്ടാലല്ലേ ഏത് ഹൈറ്റ് ആണെന്നൊക്കെ സംശയം. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. 32 ആണ് ബസ് സൈസ്. അപ്പം വേസ്റ്റ് സൈസ് വരുന്നത് 28, 26, 30 ഒക്കെ ഓക്കെ ആവാറുണ്ട്. ഓരോ ബ്രാൻഡിന്റെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം ഇത് പക്കായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ചിലതൊക്കെ മീഷോന്ന് എക്സ്ട്രാ സ്മോൾ ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇതിൽ ഞാനൊന്നും അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ടൈറ്റ് ആണ്. ഭയങ്കര നമുക്കൊട്ടും ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഇരിക്കും. കാരണം ഈ കുർത്ത സെറ്റ് ഒക്കെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊക്കെ കുറച്ച് ചൂടൊക്കെ കൂടിയ സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള കുർത്ത സെറ്റ്സ് ഒക്കെ കുറച്ച് ലൂസ് ഫിറ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഒരാളുടെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം എസ് സൈസ് ആണ് എന്റെ കറക്റ്റ് സൈസ് കേട്ടോ. മീഷോയിൽ ഇത് വരുന്നത് എക്സ്ട്രാ സ്മോൾ ആകുമ്പോൾ കുറച്ചുകൂടെ എവിടെയൊക്കെയോ കയ്യും അങ്ങനെ കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആകെ മൊത്തം ആ ഒരു ഫിറ്റിംഗ് ഒരു ഓക്കെ അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എസ് സൈസ് കറക്റ്റ് ആണ്. 32 ബസ് സൈസ് ഉള്ളവർക്ക് എസ് സൈസ് എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ സ്ലിറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നത്, കുർത്തയുടെ ലെങ്ത് വരുന്നത് മുട്ടിന്റെ താഴെയായിട്ടേ വരുന്നുള്ളൂ. ഭയങ്കര അങ്ങ് ലെങ്ത്തും വരുന്നില്ല, മുട്ടിന്റെ താഴെയാണ്. പാന്റ് വന്നിട്ട് പെൻസിൽ പാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെൻസിൽ പാന്റ് ആണ്. ഒരു ആംഗിൾ ലെങ്ത്തിന്റെയും നമ്മുടെ ഫുൾ ലെങ്ത്തിന്റെ ആ ഒരു നടുവിലായിട്ടാണ് എന്റെ സൈസിന്, എന്റെ ഹൈറ്റിന് വരുന്നത്, ലെങ്ത് വരുന്നത്. വേറെ ഒന്നുമില്ല. വേസ്റ്റ് ഒക്കെ വരുന്നത് എലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഈ ഒരു ഫാബ്രിക് തന്നെയാണ് പാന്റ് വരുന്നത് കേട്ടോ. ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇവിടെ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. കുർത്ത പാന്റ് സെറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 284 രൂപയാണ്. അഗൈൻ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ക്രീപ്പ് ആണ് കേട്ടോ. ക്രീപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ സമ്മറിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടാവും ചിലർക്കൊക്കെ. പക്ഷെ എത്ര വാഷ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് ഷ്രിങ്ക് ആവുമോ അല്ലെങ്കിൽ വേറെ കളർ പോവോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു അടിപൊളി തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോ ആളുടെ ഇഷ്ടമാണ്. ചിലവർക്ക് കോട്ടൺ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറയുന്നതാണെങ്കിൽ ഇതൊരു ക്രീപ്പ് മെറ്റീരിയൽ വരുന്ന ഒരു സിമ്പിൾ ഒരു കുർത്തിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഒരു റൗണ്ട് നെക്ക്, അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഒരു ഹാഫ് സ്ലീവ് ആണ്, ഫുള്ളില്ല. ഓക്കെ, 3/4 വരെ ഇല്ല കേട്ടോ. ഹാഫ് സ്ലീവ് ആണ് വന്നിട്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു പ്ലെയിൻ ആയിട്ട് ഈ ഒരു മെറ്റീരിയലിന്റെ കുറച്ച് ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു നല്ല അക്വാ ബ്ലൂ കളറാണ്, നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൽ ചെറിയ എന്തൊക്കെയോ ഫ്ലവേഴ്സിന്റെ ഒക്കെ പ്രിന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. 284 രൂപക്ക് നല്ല അഫോർഡബിൾ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് എസ് തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. എസ് സൈസ് 32 ബസ് ഉള്ളവർക്ക് പക്ക ഫിറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് കളർ പോകാനോ കാര്യങ്ങളോ ഒന്നും ചാൻസ് ഇല്ല.
കാരണം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എത്ര യൂസ് ചെയ്താലും മോശമാവില്ല. പിന്നെ നമ്മൾക്ക് ഇപ്പം അയൺ ചെയ്യാനൊക്കെ മടിയുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ്. സീത്രോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണ്, അത്ര സീത്രോ ഒന്നുമല്ല, അത്രയേ ഉള്ളൂ. പിന്നെ സ്ലിറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളർ ഒരു പാന്റ് ആണ് കേട്ടോ. ഒരു കുറച്ച് വീതി കൂടിയിട്ടുള്ള ഒരു പെൻസിൽ പാന്റ് ആണ്. ഈ പാന്റിന്റെ വേസ്റ്റ് കുറച്ച് ലൂസ് ഉണ്ട്. അത് ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എസ് സൈസ് ആണ്. പക്ഷെ പാന്റ് കുറച്ച് ലൂസ് ഉള്ളത് പോലെയുണ്ട്. നമ്മൾക്ക് ഇവിടെ വല്ല ടക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഇത് പാന്റിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് മീഡിയം എന്നാണ് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും കുറച്ചൊരു ലൂസ് ഫിറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത്. പക്ഷെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലെങ്ത് വന്നിട്ട് ആംഗിൾ ലെങ്ത് ആണ്. ഇതും ക്രീപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ക്രീപ്പ് മെറ്റീരിയൽ ആണ്. കുറച്ച് വീതിയുണ്ട്, നല്ല വീതി വരുന്ന പാന്റാണ്. ഇവിടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കോംബോ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കുർത്ത പാന്റ് സെറ്റ് ആണ് കേട്ടോ. ഇത് 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇതിന് രണ്ടിനും കൂടെ വരുന്ന റേറ്റ് 504 രൂപയാണ് കേട്ടോ. അതായത് ഏകദേശം ഒന്നിനൊരു 250 റുപ്പീസേ ഉണ്ടാവുള്ളൂ. നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ് കുർത്ത പറയുന്നത് ക്രീപ്പ് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ്. അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ച ഏകദേശം സെയിം ആണ്. ഇങ്ങനെ ഡിസൈൻസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, കളറ് ഡിസൈൻ ഒക്കെ മാറ്റുള്ളൂ കേട്ടോ. ചെറിയൊരു തിന്നാണ് ഫാബ്രിക് കാണാം, പക്ഷെ സീത്രോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇതിന്റെ കളർ ഒരു ക്രീം, അതിൽ കുറെ ഇങ്ങനെ വൈറ്റ്, റെഡ്, മെറൂൺ അങ്ങനെ കുറെ ഇങ്ങനെ പ്രിന്റ്സും കാര്യങ്ങളും വരുന്നതാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. സ്ലിറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ലെങ്ത് വന്നിട്ട് മുട്ടിന്റെ താഴെയായിട്ടാണ് വരുന്നത്. ഇതും എസ് തൊട്ട് XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഇതിന്റെ പാന്റ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച സെയിം ആണ് കേട്ടോ. അതേപോലെയുള്ള പാന്റ് ആണ്. ഇതുപോലെ വേസ്റ്റ് സൈസ് എലാസ്റ്റിക് വേസ്റ്റ് വരുന്ന ഒരു സെയിം പാന്റ് ആണ്. ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ആംഗിൾ ലെങ്ത് ആണ് വരുന്നത്. കുറച്ച് വീതിയുള്ള ഒരു പെൻസിൽ പാന്റ് ആണ് വന്നിട്ട്. ഇതും വേസ്റ്റ് സൈസ് ചെറിയൊരു ലൂസ് ഉണ്ട്. കാരണം എന്താണെന്ന് അറിയില്ല, കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കൊന്ന് ടക്ക് ചെയ്താൽ നമ്മൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പാൻറ്റും സെയിം ക്രീപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് വാഷ് ചെയ്താൽ കളർ പോവുക അല്ലെങ്കിൽ മെറ്റീരിയൽ മോശമായി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിന്റെ കോംബോയില് വരുന്നത് ഇതാണ് കേട്ടോ. ഒരു നേവി ബ്ലൂ കളറിൽ ഇതുപോലെ തന്നെയുള്ള ഒരു ക്രീം ഷെയ്ഡും കൂടെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ട്രയാങ്കിളും ഒക്കെ ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു ജോമെട്രി പാറ്റേൺ പോലെ തോന്നിയിട്ടുണ്ട്. ആ ഒരു കുർത്തയും സെയിം നേവി ബ്ലൂ കളർ പാന്റും ആണ് കേട്ടോ. അപ്പൊ കുർത്ത ഇതുപോലെ റൗണ്ട് നെക്കിൽ വന്നിട്ട് ഉള്ള ഒരു കുർത്തയാണ്. എസ് സൈസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് അഗെയിൻ ഇതുപോലെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. സ്ലിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെങ്ത് ഒക്കെ സെയിം ആണ്, നേരത്തെ പോലെ തന്നെയാണ്. മുട്ടിന് കുറച്ച് താഴെയായിട്ട് ലെങ്ത് വരുന്നുണ്ട്. സീത്രൂവോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾക്ക് സ്ലിപ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. നമ്മൾക്കിങ്ങനെ ഡെയിലി ഇപ്പം എന്താ പറയുക ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ല ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു കുർത്ത സെറ്റൊക്കെ വാങ്ങിയാൽ. കാരണം നമുക്ക് അയൺ ചെയ്യൊന്നും വേണ്ട, നമ്മളെ ടൈമും അധികം കളയണ്ട. അതുപോലെ തന്നെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തുണികളൊക്കെ മോശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ തന്നെ ചെറിയ ചൂട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഓക്കെ ആവുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. പെർഫെക്റ്റ് കുർത്ത സെറ്റ് തന്നെയാണ്. ഇതിന്റെ പാന്റ് വന്നിട്ട് നേവി ബ്ലൂ കളറിൽ സെയിം കുറച്ച് വീതിയുള്ള പെൻസിൽ പാന്റ് ആണ്. ഇതിന്റെ വേസ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്. ബാക്കിയൊക്കെ നേരത്തെ പോലെ തന്നെയാണ്. ലെങ്ത് ഒക്കെ വരുന്നത് ആംഗിൾ ലെങ്ത് ആണ്. ക്രീപ്പാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു നേവി ബ്ലൂ പാന്റ് ആണ്. ഈ ബ്ലാക്ക് നേവി ബ്ലൂ ഒക്കെ നമ്മൾക്ക് എന്താ പറയുക കോമൺ ആയിട്ട് വേണ്ട കുറച്ച് എന്താ പറയുക ബോട്ടംസ് ആണ്. അപ്പം ഇത് അങ്ങനെയും നമ്മൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഇതിന്റെ കൂടെയും അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഒരുപാട് ടോപ്സിന്റെ കൂടെയൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പൊ എസ്പെഷ്യലി ഈ ലെഗിൻസിനെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാന്റുകളാണ് കേട്ടോ. അത് കാണാനും ഭംഗി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കംഫർട്ടബിളും ആണ്. ചൂടൊക്കെ ആകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പാന്റും അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്. ക്രീപ്പ് മെറ്റീരിയൽ ആണെങ്കിലും കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ നമ്മൾക്ക് അതിന്റെ കൂടെ ഒരു ഇന്നർ വേറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ടോപ്പും ലെങ്തി ആയതുകൊണ്ട് ഒട്ടും ആവശ്യമില്ല കേട്ടോ.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത പാന്റ് സെറ്റ് ആണ് കേട്ടോ. ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 325 രൂപയായിരുന്നു ഞാൻ വാങ്ങിയപ്പം. എക്സ്ട്രാ സ്മോൾ ചൂസ് ചെയ്തത് ചെറിയൊരു അബദ്ധമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ചധികം ടൈറ്റ് ഉള്ള പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ ആണ്, നമ്മൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ കുറച്ചൊരു ടൈറ്റ് ആണ് കൈയിന്റെ അവിടെയൊക്കെ. അപ്പൊ നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ ഫാബ്രിക്കോ വേറെ സ്റ്റിച്ചിങ് വൈസോ ഒന്നും കുഴപ്പമില്ല. ഈ ഒരു സൈസിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ചൂസ് ചെയ്യുന്നവര് ഒരു സൈസ് അപ്പ് ചൂസ് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. ഒരു എയർലൈൻ ഫിറ്റിലുള്ള ഒരു കുർത്തയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു പാന്റിന്റെ ഈ ഫാബ്രിക് വെച്ചിട്ട് ഇവിടെ ചെറുതായി ഒന്ന് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ ഒരു ലേസ് വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സ് വരുന്നത് 3/4 ആണ്. സ്ലീവ്സിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ഈ പാന്റിന്റെ ഫാബ്രിക്കും ആ ലേസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും നല്ല ഭംഗിയുള്ള എന്താ പറയുക പ്രിന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു കളർ കൂടി തന്നെയാണ്. പിന്നെ സ്ലിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെങ്ത് വന്നിട്ട് ഒരു കാഫ് ലെങ്ത് ആണ് വരുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതിന്റെ എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ പാന്റ് വന്നിട്ട് പെൻസിൽ പാന്റ് ആണ്. ഇതുപോലെ തന്നെ എലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു സൈസ് അപ്പായിരിക്കും ഇതിന്റെ പാന്റും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത് കുറച്ച് ടൈറ്റ് ഉള്ള പോലെയുണ്ട്. വേസ്റ്റിന്റെ അവിടെയല്ല കേട്ടോ, ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കുറച്ച് ടൈറ്റ് ഉള്ള പോലെയുണ്ട്. ആംഗിൾ ലെങ്ത് ആണ് പാന്റ് വരുന്നത്. അതും മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. നല്ല അടിപൊളി പ്രിന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നെക്സ്റ്റ് വൺ, നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത പാന്റ് സെറ്റ് ആണ് കേട്ടോ. ഇതൊരു വയലറ്റ് ഷെയ്ഡ് അല്ലെ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് S തന്നെയാണ്. റേറ്റ് വന്നിട്ട് 342 രൂപയാണ് കേട്ടോ. ഇത് ഒരു വി നെക്കിൽ വരുന്ന ഒരു കുർത്തയാണ്. ഇങ്ങനെ ഈ ഒരു വയലറ്റിൽ ഇതുപോലെ നല്ല ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ വരുന്ന ഒരു ഫാബ്രിക് ആണ്. വി നെക്കാണ് വരുന്നത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 ആണ്. വേറെ ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഫാബ്രിക്കിന്റെ മാത്രം ഇതുള്ളൂ. നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇട്ടപ്പോഴും നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ലെങ്ത് വന്നിട്ട് കാഫ് ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ. പക്ഷെ ഒരു കോട്ടൺ പോലെ തന്നെ തോന്നുന്നുണ്ട്. അതിന്റെ പാന്റ് വന്നിട്ട് പെൻസിൽ പാന്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള പെൻസിൽ പാന്റ് തന്നെയാണ്. നല്ല കംഫർട്ടബിൾ ആണ്. എലാസ്റ്റിക് വേസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. പാന്റ് നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാന്റ് ആണ് കേട്ടോ. വേറെ ഡിസൈൻസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് അത്യാവശ്യം നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഔട്ട്ഫിറ്റ്സിന്റെ കൂടെയും വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾക്ക് S സൈസ് തൊട്ട് XL വരെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള കുർത്ത സെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.